എല്ലാവർക്കും നമസ്തേ. ഇവിടെ ഭഗവധ്വജത്തെക്കുറിച്ച്, അതായത് കാവിക്കൊടിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് കാവിക്കൊടിയുടെ പ്രാധാന്യം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ട് കാവിക്കൊടിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് കാവിവർണം? കാവി അത് ഈശ്വരവർണ്ണമാണ്, അതായത് അഗ്നിവർണ്ണമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇവിടെ കാവിയുടെ പ്രത്യേകത ഒന്ന് സൂചിപ്പിക്കുകയാണ്, എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മൂലപ്രകൃതിക്ക്, അതായത് ബ്രഹ്മതത്വത്തോട് ചേർന്ന് നിൽക്കുന്ന മൂലപ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ സത്വഗുണത്തിൻ്റെ നിറം വെളുപ്പാണ്, രജോ ഗുണത്തിൻ്റെ നിറം ചുവപ്പാണ്, തമോ ഗുണത്തിൻ്റെ നിറം കറുപ്പുമാണ്. ഈ 3 വർണ്ണങ്ങളും തുല്യ അനുപാതത്തിൽ കൂട്ടിയാൽ കിട്ടുന്ന വർണ്ണമാണ് കാവിവർണം. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഈശ്വര സങ്കല്പത്തിൽ കാവിക്കൊടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാവി വസ്ത്രത്തിന് പോലും പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ സന്യാസി കാവി ധരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഞാൻ മൂലപ്രകൃതിയുടെ ഗുണങ്ങളായ സത്വരജസ് തമോ ഗുണങ്ങളിൽ വർത്തിക്കുന്നവനാണ് താനെങ്കിലും ഈ 3 ഗുണങ്ങളും എന്നെ ബന്ധിക്കുന്നില്ല എന്നും അതിനുപരിയായി വർത്തിക്കുന്ന സാക്ഷാൽ ബ്രഹ്മതത്വത്തിൽ മനസ്സ് വ്യാപരിപ്പിച്ചവനാണ് താനെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനല്ലേ യഥാർത്ഥത്തിൽ സന്യാസി കാവി ധരിക്കുന്നത്. കാലക്കേടിന് നമ്മുടെ കേരളത്തിൽ ഇവിടെ ബ്ലേഡുകാരനും കാവിയുടുക്കും, കശാപ്പുകാരൻ കാവിയുടുക്കും. കാവിയുടെ മഹത്വം അറിഞ്ഞുകൊണ്ടല്ല കാവി ധരിക്കുന്നത്. അതുകൊണ്ട് കാവി ധരിക്കാൻ യോഗ്യതയുള്ളവൻ മാത്രമേ കാവി ധരിക്കാവൂ. ഇതാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. എത്ര പവിത്രമായ ഒരു സങ്കല്പമാണ് കാവി. അതിനെ വികലമാക്കുന്ന ഇതര മതസ്ഥര്, അതുപോലെ ഇതര രാഷ്ട്രീയക്കാര്, അവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മുടെ ആ ഒരു സംസ്കാരം. എല്ലാവരും നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ചിന്താധാര ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ രാഷ്ട്രത്തെ തൊട്ട് കളിക്കാൻ ദയവായി ആരും തയ്യാറാവരുത്. ആരെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ രാഷ്ട്രവിരുദ്ധനാണെന്ന് കണക്ക് കൂട്ടേണ്ടതായി വരും. ഈ സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണെന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടതായി വരും. അതുകൊണ്ട് എല്ലാവരും, നമ്മളൊക്കെ ഈ മണ്ണിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ ഭാരതത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എങ്കിൽ ദയവായി ഈ ഭാരതാംബയോട് കൂറും വിശ്വസ്തതയും കാണിക്കണം. ഇല്ലാത്തവർക്ക് ഈ മണ്ണിൽ ഇന്നല്ലെങ്കിൽ നാളെ സ്ഥാനമുണ്ടാവില്ല, സംശയിക്കേണ്ട. അത് മനസ്സിലാക്കി ജീവിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും നമസ്തേ.